2026 ജൂലൈ 23 സിറാജ് എഡിറ്റോറിയൽ. കുട്ടികളിൽ എന്തുകൊണ്ട് പഠനത്തോട് വിരക്തി? സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് 2024-2025 അധ്യയന വർഷത്തിൽ 2914 വിദ്യാർത്ഥികൾ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സംസ്ഥാനത്ത് 2914 വലിയൊരു സംഖ്യയല്ലെങ്കിലും കൊഴിഞ്ഞുപോയവരിൽ 24% 704 പേർ പഠനത്തോട് താൽപ്പര്യമില്ലാത്തതിനാലാണ് സ്കൂൾ ഉപേക്ഷിച്ചതെന്ന വസ്തുത ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം സംഖ്യയുടെ വലിപ്പച്ചെറുപ്പമല്ല, പഠനത്തോടുള്ള കുട്ടികളുടെ മനോഭാവത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിനു മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഡിജിറ്റൽ ക്ലാസ് മുറികൾ സജ്ജീകരിക്കുന്നതിലും സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള പദ്ധതികൾ സർക്കാർ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനം വർദ്ധിപ്പിക്കാനും സഹായകമായി. എന്നാൽ കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് മുറികളും മാത്രം മികച്ച വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡമാകുന്നില്ല. കുട്ടികൾക്ക് പഠനത്തോട് ആത്മബന്ധം വളരുന്നുണ്ടോ? ക്ലാസ് മുറികളും സ്കൂൾ അന്തരീക്ഷവും അവർക്ക് സന്തോഷം നൽകുന്ന ഇടമാണോ? അവരുടെ കഴിവുകളെ അംഗീകരിക്കുന്ന അന്തരീക്ഷമാണോ എന്നീ ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണ്. പഠനത്തിലെ താൽപ്പര്യക്കുറവ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായ മടിയായി മാത്രം വിലയിരുത്തരുത്. പഠനം ജീവിതവുമായി ബന്ധപ്പെടാതിരിക്കുമ്പോഴും പഠനാനുഭവം നിരന്തര സമ്മർദ്ദമായി മാറുമ്പോഴും സ്വന്തം കഴിവുകൾ അംഗീകരിക്കപ്പെടാതെ വരുമ്പോഴുമാണ് പഠനത്തോടുള്ള അകൽച്ച അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ പഠന താൽപ്പര്യമില്ലായ്മയ്ക്കു പിന്നിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പങ്കും കുടുംബത്തിൻ്റെ പങ്കും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പരീക്ഷകളെയും മാർക്കുകളെയും അവലംബിച്ചാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. സ്വാഭാവികമായും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ മാർക്ക് നേടാനോ മികച്ച വിജയം നേടാനോ സാധിക്കില്ല. മാർക്ക് കുറയുന്ന കുട്ടികളെ മടിയന്മാരെന്നോ പഠിക്കാൻ കഴിവില്ലാത്തവരെന്നോ മുദ്രകുത്തുന്നത് അവരിൽ വലിയ മാനസികാഘാതം സൃഷ്ടിക്കും. ഇത് ക്രമേണ സ്കൂളുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രവണതയായി വളരുന്നു. കുടുംബാന്തരീക്ഷത്തിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ തൊഴിൽപരമായ തിരക്കുകൾ, കുട്ടികളുമായി ചെലവഴിക്കുന്ന സമയത്തിലെ കുറവ്, കുടുംബത്തിലെയും അയൽപക്കത്തെയും കുട്ടികളുമായുള്ള താരതമ്യം, മാതാപിതാക്കളുടെ ഉയർന്ന പ്രതീക്ഷകൾ തുടങ്ങിയവ കുട്ടികളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. കുട്ടികളുടെ കഴിവും താൽപ്പര്യവും മനസ്സിലാക്കിയുള്ള സമീപനത്തേക്കാൾ ഉയർന്ന മാർക്കിനുള്ള സമ്മർദ്ദമാണ് പല കുടുംബങ്ങളിലും നിലനിൽക്കുന്നത്. ഇത്തരം അന്തരീക്ഷത്തിൽ പഠനാസ്വാദന സാധ്യത കുറയുന്നു. അധ്യാപകർക്കുമുണ്ട് കൊഴിഞ്ഞുപോക്കിൽ പങ്ക്. കുട്ടികളെ ക്ലാസ് മുറികളിലേക്കും പഠനത്തിലേക്കും ആകർഷിക്കുന്ന വിധം മനഃശാസ്ത്രപരമായി ക്ലാസ് എടുക്കാൻ പ്രാപ്തരല്ല അധ്യാപകരിൽ നല്ലൊരു പങ്കും. പുതിയ തലമുറയുടെ പഠനരീതിയും താൽപ്പര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും അതിവേഗം മാറിക്കൊണ്ടിരിക്കെ ഏകപക്ഷീയമായ പ്രഭാഷണ ശൈലിയിലുള്ള ക്ലാസുകൾ അവരിൽ വിരസത സൃഷ്ടിക്കുകയും പഠനത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തി മാത്രമല്ല, വിദ്യാർത്ഥികളുടെ വഴികാട്ടിയും പ്രചോദകനും സുഹൃത്തുമായിരിക്കണം അധ്യാപകൻ. ഓരോ കുട്ടിയുടെയും മനസ്സറിയുകയും പഠനത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ തിരികെ കൊണ്ടുവരികയും ചെയ്യേണ്ട സാമൂഹിക ഉത്തരവാദിത്വം അധ്യാപകനുണ്ട്. എല്ലാ കുട്ടികളുടെയും മാനസികാവസ്ഥയും പഠനശേഷിയും ഒരേപോലെയല്ല, വ്യത്യസ്തമാണ്. കൗമാരപ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, കുടുംബ പ്രശ്നങ്ങൾ, അപകർഷകത എന്നിവയെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ ചേർത്തുപിടിക്കാൻ അധ്യാപകർക്കാകണം. അതിനാവശ്യമായ മനഃശാസ്ത്രപരമായ പരിശീലനം, ആശയവിനിമയ നൈപുണ്യം, വിദ്യാർത്ഥി കേന്ദ്രീകൃത അധ്യാപന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് തുടർച്ചയായി പരിശീലനം നൽകേണ്ടത് സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതേസമയം എല്ലാ അധ്യാപകരെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് നീതിയാകില്ല. മനഃശാസ്ത്രപരമായി ക്ലാസ് എടുക്കാൻ അറിയാവുന്ന വിദ്യാർത്ഥികളെ ക്ലാസ് റൂമിലേക്ക് ആകർഷിക്കുന്ന കഴിവുറ്റ അധ്യാപകരും നിരവധിയുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നുണ്ടോ എന്നന്വേഷിക്കുന്നതിനോടൊപ്പം അവർ പഠന തൽപരരാണോ എന്ന ചോദ്യത്തിനും ഉത്തരം തേടേണ്ടതുണ്ട് രക്ഷിതാക്കൾ.
പഠനത്തിൽ താൽപ്പര്യം കാണിക്കാത്ത കുട്ടികളെ കുറ്റപ്പെടുത്തി മാനസികമായി കൂടുതൽ ക്ഷീണിപ്പിക്കാതെ അവരുടെ പഠന താൽപ്പര്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയ കാരണങ്ങളും സാമൂഹിക പരിസരങ്ങളും കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. ജോലി നേടാനുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാകരുത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ഉപകാരപ്രദമായ നല്ല പൗരന്മാരെ വാർത്തെടുക്കുക കൂടിയാകണം. ഇത് സാധ്യമാകണമെങ്കിൽ സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്ക് സന്തോഷവും സന്തുഷ്ടിയും നൽകുന്ന ഇടമാകണം. വിദ്യാഭ്യാസത്തിൻ്റെ വിജയം പരീക്ഷകളിലെ എ+കാരുടെ എണ്ണത്തിലെ വർധനയിലല്ല, പഠനത്തിൽ നിന്ന് ഒരു കുട്ടി പോലും അകന്നുപോകാത്ത സ്കൂൾ പരിസരം സൃഷ്ടിക്കുന്നതിലാണ്. ഇന്നത്തെ 704 നാളെ ആയിരങ്ങളായി വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ബന്ധപ്പെട്ടവരുടെ സജീവ ഇടപെടൽ ആവശ്യമാണ്.